കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 15, 9 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു: പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, നമുക്കെല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ് ഇന്ന് സുവിശേഷം തരുന്നത്. എന്താന്ന് ചോദിച്ചാൽ സന്തോഷം പൂർണ്ണമാകണം, അല്ലേ? നമ്മുടെയൊക്കെ വിഷമവും ജീവിതത്തിൻ്റെ അസ്വസ്ഥതകൾ കാരണം സന്തോഷവുമില്ല, സമാധാനവുമില്ല, ഇതിനൊന്നും പൂർണ്ണതയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പലരുടെയും പല കുടുംബങ്ങളുടെയൊക്കെ പ്രാർത്ഥന വിഷയം ഇതൊക്കെ തന്നെയാണ്. കുടുംബത്തിലൊരു സമാധാനവുമില്ല, ഒരു സന്തോഷവുമില്ല, മനസ്സിനാണെങ്കിൽ ഒരു സ്വസ്ഥതയില്ല, ഒരു സന്തോഷവുമില്ല. ഇന്നത്തെ വചനം നമുക്ക് ഈ വിഷയങ്ങൾക്കൊക്കെയുള്ള അടിസ്ഥാന പരിഹാര മാർഗം നിർദ്ദേശിച്ച് തരികയാണ്. ഈ പരിഹാര മാർഗം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ മറ്റു പല പരിഹാര മാർഗങ്ങളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് ശാശ്വതമായ നിലനിൽക്കുന്ന സമാധാനവും സന്തോഷവും കിട്ടില്ല. ടെമ്പററി ആയ നിലനിൽക്കാത്ത സമാധാനവും സന്തോഷമൊക്കെ ആയിരിക്കും അതിലൂടെ നമുക്ക് ലഭിക്കുക. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ, നിങ്ങളുടെ സന്തോഷത്തിൽ നിലനിൽക്കാൻ എന്ത് ചെയ്യണം എന്നാണ് ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ പറഞ്ഞത്. തീർച്ചയായിട്ടും ഈശോ പറഞ്ഞു, സന്തോഷം പൂർണ്ണമാകാൻ നിങ്ങൾ സ്നേഹത്തിൽ നിലനിൽക്കാൻ പറഞ്ഞു. നമ്മുടെ ഏത് സ്നേഹബന്ധം മുറിഞ്ഞാലും നമ്മുടെ സന്തോഷവും സമാധാനവും പോകും. അത് ബന്ധം മുറിഞ്ഞു പോയിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. എവിടെയെങ്കിലും ബന്ധത്തിൽ മുറിവുകൾ ഉണ്ടായിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിപ്പോൾ ദാമ്പത്യ ബന്ധത്തിലാണെങ്കിലും കുടുംബങ്ങളിലുള്ള ബന്ധങ്ങളിലാണെങ്കിലും മറ്റേത് ബന്ധങ്ങളിലാണെങ്കിലും, അത് ദൈവത്തോടും സഹോദരങ്ങളോടുള്ള ഏത് ബന്ധത്തിലും മുറിവുണ്ടായാൽ, വിടവുണ്ടായാൽ അത് മനസ്സിന്റെ സമാധാനം കളയും, സന്തോഷം കളയും. പിന്നെ അതേക്കുറിച്ച് നിരന്തരം ആലോചിച്ച് ചിന്തിച്ചൊക്കെ നമ്മുടെ സ്വസ്ഥത പോകും, സന്തോഷം പോകും. പിന്നെ ചിലപ്പോൾ ദൈവസ്നേഹത്തിന് ചേരാത്ത വികാരങ്ങൾ ശത്രു ആ സാഹചര്യങ്ങളിലൂടെ നമ്മളിൽ ജനിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ വെറുപ്പുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അമിത ദുഃഖത്തിലേക്ക്, ഭയത്തിലേക്കും പോകാൻ സാധ്യതയുണ്ട്. നിരാശകളിലേക്ക് വീണു പോകാൻ സാധ്യതയുണ്ട്. പ്രതികാര ചിന്തകളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള സാധ്യതകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എപ്പോഴാണെന്ന് ചോദിച്ചാൽ സ്നേഹത്തിൽ വിടവുണ്ടാകുമ്പോൾ, സ്നേഹത്തിൽ മുറിവുകൾ ഉണ്ടാകുമ്പോൾ, ബന്ധങ്ങൾ മുറിയുമ്പോൾ. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, എൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ നിലനിൽക്കുവിൻ. ഈ സ്നേഹത്തിൽ നിലനിന്നാൽ നിലനിൽക്കുന്ന സന്തോഷ സമാധാനം ഉണ്ടാകും. എവിടെയൊക്കെ സ്നേഹത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുവോ ഈ നിലനിൽക്കുന്ന സമാധാന സന്തോഷം നഷ്ടപ്പെട്ടു പോകാൻ തുടങ്ങും. ഇനി ഈ സ്നേഹത്തിൽ നിലനിൽക്കാൻ എന്ത് ചെയ്യണം? അത് ഈശോ പറഞ്ഞിട്ടുണ്ട്. സ്നേഹത്തിൽ നിലനിൽക്കാൻ എന്ത് ചെയ്യണം? ഈശോ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ സ്വരം കേട്ട് അതിനനുസരിച്ച് ജീവിക്കുന്നത് പോലെ, അങ്ങനെ ആ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എന്നെ ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സ്നേഹമുണ്ടാവും, സ്നേഹത്തിൽ നിലനിൽപ്പുണ്ടാവും. നമുക്കറിയാം, നമ്മൾ സ്നേഹിക്കുന്നവരുടെ വാക്കുകൾ നമ്മൾ കേൾക്കും, അനുസരിക്കുകയും ചെയ്യും. സ്നേഹമുള്ളിടത്ത് അനുസരണമുള്ളൂ, സ്നേഹമില്ലാത്തിടത്ത് അനുസരണമില്ല. ഞാൻ അനുസരിക്കാത്തതിൻ്റെ കാരണം സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. യഥാർത്ഥ സ്നേഹമുള്ളിടത്ത് അനുസരണമുണ്ട്. അപ്പോൾ ആ സ്നേഹത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കുടുംബത്തിലാണെങ്കിലും, പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ബന്ധത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, മക്കൾ ശരിക്കും മാതാപിതാക്കളെ അനുസരിക്കുന്നതിന് അടിസ്ഥാന കാരണം സ്നേഹമുള്ളത് കൊണ്ടാണ്. ഈ സ്നേഹം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർ അനുസരിക്കുകയില്ല. ഞാനെന്തിനനുസരിക്കുന്നതെന്ന് വിചാരിക്കും.
ഉള്ളിനുള്ളിൽ അപ്പനോടും അമ്മയോടും സ്നേഹമുള്ളത് കൊണ്ടും ആ സ്നേഹത്തിന്റെ അനുഭവങ്ങൾ ഇന്നലകളിൽ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെട്ട സാഹചര്യങ്ങൾ ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായിരിക്കുന്നത് കൊണ്ടും സംഭവിക്കുന്ന ആ സ്നേഹം അവരെ അനുസരിക്കാൻ പ്രേരിപ്പിക്കും. അപ്പം പറയുന്നത് അനുസരിക്കും, കാരണം അത് അപ്പനോട് സ്നേഹമുണ്ട്. അമ്മ പറയുന്നത് അനുസരിക്കും, കാരണം അമ്മയോട് സ്നേഹമുണ്ട്. ദൈവം പറയുന്ന അനുസരിക്കും, കാരണം ദൈവത്തോട് സ്നേഹമുണ്ട്. അപ്പൊ ഈ സ്നേഹത്തിൽ പറയുന്ന വാക്കുകൾ നമ്മൾ അനുസരിക്കുമ്പോൾ ഈ സ്നേഹം നിലനിൽക്കും. അനുസരിക്കാതെ വരുമ്പോഴത്തേക്ക് ആ സ്നേഹം വിട്ടു, സ്നേഹത്തിൽ അസ്വസ്ഥത ഉണ്ടാകും. പിള്ളേർ നമ്മൾ തല്ലാൻ തുടങ്ങും, അടിക്കാൻ തുടങ്ങും, ശകാരിക്കാൻ തുടങ്ങും, ദേഷ്യപ്പെടാൻ തുടങ്ങും. ഈ സ്നേഹത്തിൽ പറയുന്ന കാര്യങ്ങൾ ആ സ്നേഹത്തിന്റെ അനുഭവമുള്ള ഒരാള് സ്വീകരിക്കുകയും അതനുസരിക്കുകയും ചെയ്യും. ഒരു ദൈവ പൈതൽ ദൈവത്തെ അനുസരിക്കുന്നപ്പോഴാണ്, ദൈവത്തോട് സ്നേഹമുള്ളപ്പോ. ആ സ്നേഹത്തിൽ ദൈവം തന്റെ സ്നേഹത്തിൽ വചനത്തിലൂടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നമ്മൾ അനുസരിക്കും. എപ്പോഴാണെന്നറിയോ? ദൈവത്തോട് സ്നേഹമുള്ളപ്പോ. അപ്പൊ ദൈവവചനം അനുസരിക്കുകയും ആ വചനം അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുകയും അങ്ങനെ ദൈവത്തിൽ വസിക്കുകയും, ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾ എന്റെ വാക്ക് ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നെങ്കിൽ ഞങ്ങൾ നിന്നിൽ വാസമുറപ്പിക്കുമെന്ന് പറഞ്ഞു. അത് ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ദൈവ സാന്നിധ്യം നമ്മളിൽ നിറയുമ്പോ നമുക്ക് നിലനിൽക്കുന്ന അനുഭവങ്ങളാണ് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ലഭിക്കുന്നത്. അത് സമാധാനത്തിന്റെ വിഷയത്തിലാണെങ്കിലും, സന്തോഷത്തിന്റെ വിഷയത്തിലാണെങ്കിലും, സ്നേഹത്തിന്റെ വിഷയത്തിലാണെങ്കിലും, എല്ലാ വിഷയങ്ങളിലും നിലനിൽക്കുന്ന അനുഭവം ഉണ്ടാകുന്നത് ദൈവത്തിന്റെ സ്നേഹത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ നിലനിൽക്കുമ്പോഴാണ്. കാരണം ദൈവം മാത്രമേ നിലനിൽക്കുന്നവനായിട്ടുള്ളൂ, അവന്റെ വചനം. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ വചനത്തിലൂടെ എല്ലാം ഈശോ എന്ന് പറഞ്ഞത്, ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവന്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നു. കണ്ടോ, ഞാൻ അങ്ങനെ സ്നേഹത്തിൽ നിലനിൽക്കുന്നേ? കർത്താവിന്റെ കൽപ്പനകൾ പാലിച്ച്. നിങ്ങൾക്ക് ഈ സ്നേഹത്തിൽ നിലനിൽപ്പ് വേണോ? ഈ സന്തോഷത്തിന്റെ നിലനിൽപ്പ് വേണോ? ഈ ആനന്ദത്തിന്റെ പൂർണ്ണത വേണോ? നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ച് എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്ക്, അപ്പോൾ ഇതെല്ലാം പൂർണ്ണമാകും എന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈശോ പറഞ്ഞ്, ഞാനീ പറയുന്നത് എന്തിനാ? നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് വിശുദ്ധ റീത്ത പുണ്യവതിയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ് സഭയിൽ. ഈ പുണ്യവതിയുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ സഹനത്തിന്റെ വേളകളിൽ തീച്ചൂട് അനുഭവങ്ങളിലൂടെയാണ് ഈ സ്ത്രീ കടന്നുപോയത്. നിസ്സാര അനുഭവങ്ങളൊന്നുമല്ല. അത്ര കണ്ട മോശ സ്വഭാവം ഉണ്ടായിരുന്ന ഒരു ഭർത്താവിന്റെ കൂടെ ഏതാനും നാളുകൾ ജീവിക്കേണ്ട സാഹചര്യങ്ങൾ, അങ്ങനെ കയ്യിരിപ്പിന്റെ സ്വഭാവത്തിന്റെ സവിശേഷത കൊണ്ട് കൊല്ലപ്പെടുന്നു. ഭർത്താവ് കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ മക്കളെ കുറിച്ചുള്ള അസ്വസ്ഥത. കാരണം എന്താ? മക്കൾക്ക് ഈ അപ്പനെ കൊന്നവരോട് പ്രതികാരം ചെയ്യണം. ഈ സ്ത്രീയുടെ ഒറ്റ പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ, ദൈവമേ, എന്റെ കുഞ്ഞുങ്ങൾ അങ്ങനെ പ്രതികാരം ചെയ്ത് നരകത്തിന് അർഹരാകരുത്. നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ പ്രാർത്ഥനയുടെ ഒടുവിലാണ് 2 മക്കളെ ദൈവം എടുത്തത്. അതിനുശേഷം ഒരു കന്യാസ്ത്രീയാകാൻ തീരുമാനിച്ച് കോൺവെന്റിൽ, അഗസ്റ്റീനിയൻ കോൺവെന്റിൽ കയറി. തന്റെ ജീവിതത്തിൽ ഉടനീളം കടന്നുപോയ സഹനങ്ങളിലൊക്കെ ഈ സ്ത്രീ പിടിച്ചത് ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തോട് സ്നേഹമുണ്ടായിരുന്നു. ദൈവത്തോട് സ്നേഹമുണ്ടായിരുന്നു. ഈ സ്നേഹത്തിന്റെ അനുഭവങ്ങളാണ് എല്ലാ ജീവിതത്തിന്റെ സഹന അനുഭവങ്ങളോടും, തകർക്കപ്പെട്ട മുറിവേൽപ്പിക്കപ്പെട്ട ഞെരുക്കപ്പെട്ട അനുഭവങ്ങളിലൊക്കെ പിടിച്ചു നിൽക്കാനും നിലനിൽക്കാനും സാധ്യമായത്. ഈശ്വരനുള്ള സ്നേഹമാണ്. കുരിശിൽ നമുക്ക് വേണ്ടി നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി മരിച്ച ആ കർത്താവിനോടുള്ള നിലനിൽക്കുന്ന സ്നേഹമാണ് നമ്മുടെ എല്ലാ കുരിശിന്റെ അനുഭവങ്ങളിലും മുറിവേൽപ്പിക്കപ്പെടുന്ന അനുഭവങ്ങളിലും നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ശക്തി തരുന്നത്. എന്നീ ബലിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം, കർത്താവേ, ഞങ്ങളുടെ സഹനങ്ങളിലും വേദനകളിലും ഞെരുക്കങ്ങളിലും സ്വകാര്യ ദുഃഖങ്ങളിലൊക്കെ നിന്നോട് ചേർന്നിരുന്ന് നിന്റെ സ്നേഹത്തിൽ നിലനിന്ന് ആ സ്നേഹത്തിന്റെ അനുഭവത്തിൽ ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളെയും അതിജീവിക്കാൻ കൃപ തരണമേ എന്ന് ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.